ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025 14,582 ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികകളിലെ ഒഴിവുകളിലേക്കായുള്ള നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 4/7/2025. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. ശമ്പള സ്കെയിൽ പേ ലെവൽ 7 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെ. ഈ ശമ്പള സ്കെയിലിൽ വരുന്ന പോസ്റ്റുകളും ഡിപ്പാർട്ട്മെന്റുകളും ക്ലാസിഫിക്കേഷനും ഏജ് ലിമിറ്റും നോക്കാം. ആദ്യമായിട്ട് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, പ്രായം 20 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ഇന്റലിജൻസ് ബ്യൂറോ, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്തത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 20 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്തത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 20നും 30നും മധ്യേ. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് AFHQ, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, പ്രായപരിധി 20നും 30നും മധ്യേ. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് അതർ മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഓർഗനൈസേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്തത് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഡിപ്പാർട്ട്മെന്റ് CBDT, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്തത് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, ഇൻസ്പെക്ടർ പ്രിവന്റീവ് ഓഫീസർ, ഇൻസ്പെക്ടർ എക്സാമിനർ. ഈ മൂന്നിന്റെയും ഡിപ്പാർട്ട്മെന്റ് CBIC. അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് 3നും ഗ്രൂപ്പ് ബി ആണ്. പ്രായപരിധി 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്തത് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്ത സബ് ഇൻസ്പെക്ടർ, ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്ത ഇൻസ്പെക്ടർ പോസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്ത ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്ത സെക്ഷൻ ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. ശമ്പള സ്കെയിൽ പേ ലെവൽ 6 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ. പോസ്റ്റ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് അതർ മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഓർഗനൈസേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് CBIC, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്ത റിസർച്ച് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC, കമ്മീഷൻ ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്ത ഡിവിഷൻ അക്കൗണ്ടന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫീസസ് അണ്ടർ C&AG, ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്തത് സബ് ഇൻസ്പെക്ടർ, ഡിപ്പാർട്ട്മെന്റ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA, ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓർ ജൂനിയർ ഇന്റലിജൻസ്, ഡിപ്പാർട്ട്മെന്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ MHA, ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്തത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 32 വയസ്സിനും മധ്യേ. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. അടുത്തത് ഓഫീസ് സൂപ്രണ്ടന്റ് CBDT ഡിപ്പാർട്ട്മെന്റ്, ഗ്രൂപ്പ് ബി, 18 വയസ്സിനും 30 വയസ്സിനും. ശമ്പള സ്കെയിൽ പേ ലെവൽ 5 29,200 രൂപ മുതൽ 92,300 രൂപ വരെ. പോസ്റ്റ് ഓഡിറ്റർ, ഡിപ്പാർട്ട്മെന്റ് ഓഫീസസ് അണ്ടർ C&AG, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്ത ഓഡിറ്റർ, ഡിപ്പാർട്ട്മെന്റ് ഓഫീസസ് അണ്ടർ CGDA, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18നും 27നും മധ്യേ വയസ്സ്. അടുത്ത ഓഡിറ്റർ അതർ മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റ്സ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്ത അക്കൗണ്ടന്റ് ഓഫീസസ് അണ്ടർ C&AG, ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്ത അക്കൗണ്ടന്റ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്ത പോസ്റ്റ് അക്കൗണ്ടന്റ് ഓർ ജൂനിയർ അക്കൗണ്ടന്റ്, ഡിപ്പാർട്ട്മെന്റ് അതർ മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റ്സ്, ക്ലാസിഫിക്കേഷൻ വരുന്ന ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്ത ശമ്പള സ്കെയിൽ പേ ലെവൽ 4 25,500 രൂപ മുതൽ 81,100 രൂപ വരെ. അടുത്ത പോസ്റ്റ് പോസ്റ്റൽ അസിസ്റ്റന്റ് ഓർ സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്ത സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓർ അപ്പർ ഡിവിഷൻ ക്ലർക്സ്, ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസസ് ഓർ മിനിസ്ട്രീസ് അതർ ദാൻ CSCS കേഡേഴ്സ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്ത സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്തത് ടാക്സ് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് CBDT, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്തത് ടാക്സ് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് CBIC, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി, 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. അടുത്തത് സബ് ഇൻസ്പെക്ടർ, ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്,
ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി 18 വയസ്സിന് 27 വയസ്സ്. ഏജ് ലിമിറ്റിനെ പറ്റിയും ഏജ് റിലാക്സേഷനെ പറ്റിയും നോക്കാം. 18 വയസ്സിന് 27 വയസ്സിനും ഇടയിൽ ഏജ് ലിമിറ്റ് ഉള്ള പോസ്റ്റിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 2/8/1998 1/8/2007 ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ ഏജ് ലിമിറ്റ് ഉള്ള തസ്തികയ്ക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 2/8/1995 1/8/2005 ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. ഇനി 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ ഏജ് ലിമിറ്റ് ഉള്ള തസ്തികയ്ക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 2/8/1995 1/8/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ 18 വയസ്സിനും 32 വയസ്സിനും ഇടയിൽ ഏജ് ലിമിറ്റ് ഉള്ള തസ്തികയിൽ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 2/8/1993 1/8/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും PWBD അൺറിസർവ്ഡ് വിഭാഗത്തിന് 10 വർഷവും PWBD OBC വിഭാഗത്തിന് 13 വർഷവും PWBD SC/ST വിഭാഗത്തിന് 15 വർഷവും എക്സ് സർവീസ്മാൻമാർക്ക് 3 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ യുദ്ധത്തിൽ പങ്കെടുത്ത് അപകടം പറ്റിയ എക്സ് സർവീസ്മാൻമാർക്ക് 3 വർഷവും അതേ വിഭാഗത്തിൽപ്പെട്ട SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 8 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. 3 വർഷം പൂർത്തിയാക്കിയ സെൻട്രൽ ഗവൺമെന്റ് സിവിൽ എംപ്ലോയീസിന് 40 വയസ്സാണ് പ്രായപരിധി. അതിൽ SC/ST വിഭാഗത്തിന് 45 വയസ്സും വിഡോസ് ആൻഡ് ഡിവോഴ്സ് വുമൻസിന് 35 വയസ്സും അതേ വിഭാഗത്തിലെ SC/ST വിഭാഗത്തിന് 40 വയസ്സുമാണ് പ്രായപരിധി. അടുത്തതായി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന് 60% മാർക്കോടുകൂടി +2 ലെവൽ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്കും അപേക്ഷിക്കാം. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റായി ഉണ്ടായിരിക്കുകയും വേണം. ബാക്കി എല്ലാ തസ്തികകൾക്കും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് യോഗ്യത. 1/8/2025 മുൻപ് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അപേക്ഷിക്കേണ്ട വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.ssc.gov.in. ഈ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ എടുത്ത് വേണം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടത്. ഈ വെബ്സൈറ്റിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വെബ്സൈറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതിനാലാണ്. ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST PWBD വുമൺ കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. അടയ്ക്കേണ്ട അവസാന തീയതി 5/7/2020. കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ എറണാകുളം കോഡ് 9213, കൊല്ലം കോഡ് 9210, കോട്ടയം കോഡ് 9205, കോഴിക്കോട് കോഡ് 9206, തൃശൂർ കോഡ് 9212, തിരുവനന്തപുരം കോഡ് 9211, കണ്ണൂർ കോഡ് 9202. കർണാടക കേരള റീജിയന്റെ വെബ്സൈറ്റും അഡ്രസ്സും നോക്കാം. അഡ്രസ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഫസ്റ്റ് ഫ്ലോർ, ഇ വിംഗ്, കേന്ദ്രീയ സദൻ, കോറമംഗല, ബാംഗ്ലൂർ, കർണാടക 560034. വെബ്സൈറ്റ് www.ssckkr.kar.nic.in. ഇതിന്റെ സെലക്ഷൻ പ്രോസസ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലാണ്. എക്സാമിനേഷൻ വരുന്നത് 2 സെക്ഷൻ ആയിട്ടാണ്. സ്കീം ഓഫ് ടയർ 1 ആൻഡ് സ്കീം ഓഫ് ടയർ 2. സ്കീം ഓഫ് ടയർ 1 സബ്ജക്ട് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25, മാക്സിമം മാർക്ക് 50 ആണ്. അതേപോലെ ജനറൽ അവയർനെസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ആണ്, മാക്സിമം മാർക്ക് 50 ആണ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25, മാക്സിമം മാർക്ക് 50 ആണ്. അടുത്തത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25, മാക്സിമം മാർക്സ് 50 ആണ്. ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 1 hour ആണ്. ടയർ 1 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉള്ളത്. ഇതിന്റെ ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും ആയിരിക്കും. ഓരോ റോങ് ആൻസറിനും 0.50 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. സ്കീം ഓഫ് ടയർ 2 എക്സാമിനേഷൻ, അതിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ടായിരിക്കും. അതിൽ പേപ്പർ 1ൽ സെഷൻ 1ഉം സെഷൻ 2ഉം ഉണ്ട്. സെഷൻ 1ൽ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെഷൻ 1, സെഷൻ 2, സെഷൻ 3. അതിൽ സെക്ഷൻ 1നായിട്ട് 2 മണിക്കൂർ 15 മിനിറ്റ് ആണുള്ളത്. സെഷൻ 2ന് 15 മിനിറ്റും ആണുള്ളത്. ഇനി നമുക്ക് സെഷൻ 1ൽ ഉള്ള 3 ഡിവിഷൻസ് നോക്കാം. അതിൽ സെക്ഷൻ 1 മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അടുത്തത് റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് 30 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അങ്ങനെ ആകെ 60 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. മാക്സിമം മാർക്ക് വരുന്നത് 180 മാർക്കാണ് വരുന്നത്. 1 മണിക്കൂറാണ് സമയം അതിൻ്റെത്. അടുത്തത് സെഷൻ 2ൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനും അതിന് 45 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ജനറൽ അവയർനെസ്സിന് 25 ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ടോട്ടൽ 70 ചോദ്യങ്ങളായിരിക്കും സെഷൻ 2ൽ ഉണ്ടായിരിക്കുക. അതിന്റെ മാക്സിമം മാർക്ക് വരുന്നത് 210 ആണ്. സമയം 1 മണിക്കൂറാണ്. അടുത്തത് സെക്ഷൻ 3ൽ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ്. 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 60 മാർക്കാണ്. അതിന്റെ ടൈം 15 മിനിറ്റ് ആണ്. അടുത്തത് സെക്ഷൻ 2ൽ സെക്ഷൻ 4th ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ്. 1 ഡേറ്റ എൻട്രി ടാസ്ക് ആണ്. അതിന് 15 മിനിറ്റ് ആണ് സമയം. അടുത്തത് പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാക്സിമം മാർക്ക് 200 മാർക്കാണ്. 2 മണിക്കൂറാണ് സമയം തന്നിട്ടുള്ളത്. ടയർ 2ൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം സെപ്പറേറ്റ് ഡേയ്സിലായിരിക്കും നടക്കുക. എല്ലാ തസ്തികകൾക്കും പേപ്പർ 1 കമ്പൽസറി ആയിരിക്കും. ഇനി പേപ്പർ 2 ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്കും ടയർ 1ൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കും മാത്രമേ പേപ്പർ 2 ബാധകമാകൂ. അടുത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഫിസിക്കൽ ടെസ്റ്റ് ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് CBIC, ഇൻസ്പെക്ടർ എക്സാമിനർ CBIC, ഇൻസ്പെക്ടർ പ്രിവെന്റീവ് ഓഫീസർ CBIC, ഇൻസ്പെക്ടർ CBN,
സബ് ഇൻസ്പെക്ടർ CBN മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, സബ് ഇൻസ്പെക്ടർ ഓർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഇൻ NCB MHA, സബ് ഇൻസ്പെക്ടർ CBI, സബ് ഇൻസ്പെക്ടർ NIA, പോസ്റ്റ് ഇൻ BRO എന്നീ തസ്തികൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 4/7/2025. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 5/7/2025. ആപ്ലിക്കേഷൻ കറക്ഷൻ വരുത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് 11/7/2025. ടയർ 1 എക്സാമിനേഷൻ ഓഗസ്റ്റ് 13 മുതൽ 30 വരെ. ടയർ 2 എക്സാമിനേഷൻ ഡിസംബർ 2025. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.